അപ്പുവേ, ഓണായിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുക, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? നമ്മളവിടെ പോവും. എവിടെ പോവും? ഓണം മാമകത്തിന് പേര്. ഓക്കെ, സെറ്റ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി. ഞങ്ങൾ നേരെ പോയത് അൽനാദയിലേക്കാണ്. അൽനാദയിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഷാർജയ്ക്ക് വിട്ടു. അവിടെയാണ് മാമാങ്ക് നടക്കുന്നത്. നേരെ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ടാഗ് കളക്ട് ചെയ്ത് നേരെ നമ്മൾ ചെന്ന് കണ്ടത് ചെണ്ട കൊട്ടുന്ന സ്ഥലത്തേക്കാണ്. പിന്നെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ചെണ്ട കൊട്ട് കേട്ടാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അപ്പൂന് ആ ചെണ്ട മേളത്തിൻ്റെ വൈബിൽ നമ്മൾ പോലും അറിയാതെ സ്ഥലം പരിസരം മറന്ന് തുള്ളാൻ തുടങ്ങി. അപ്പോഴാണ് കറക്റ്റ് ഓണം നാട്ടിലെത്തിയ ഒരു ഫീല് നമുക്ക് മനസ്സിലായത്. അതേപോലെ സൂപ്പർ നമ്മൾ എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റേജിലേക്കാണ്. സ്റ്റേജിൽ അവിടെ നമ്മൾ കണ്ടത് സ്റ്റീഫൻ ദേവസിയാണ്. സ്റ്റീഫൻ ദേവസിനെ പറയേണ്ട കാര്യമില്ലല്ലോ, ഫുൾ ഓൺ ആണ് പുള്ളി. പിന്നെ പുള്ളിയുടെ പാട്ടും സ്റ്റേജും ആംബിയൻസും എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. കൈക്ക് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ക്ലാപ്പ് ചെയ്യായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്റ്റേജിലേക്ക് വന്ന ഹരിചരണാണ്. പുള്ളിയുടെ മ്യൂസിക് വാസ് സൂപ്പർ. അതിനുശേഷം കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് പോയപ്പോഴാണ് നമ്മുടെ മിഥുൻ ചേട്ടനും ബ്ലസ്സി സാറിനെയും കണ്ടത്. അവരുമായിട്ട് ഫോട്ടോ എല്ലാം എടുത്തു. നമ്മുടെ കൂടെ RJ അനന്തും ഉണ്ടായിരുന്നു. പുള്ളിക്ക് ജോബ് കുര്യനെ നേരിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് പുള്ളിയുടെ ഹോട്ടലിലോട്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റി. അതൊരു നൈസ് സെക്ഷനായിരുന്നു. പുള്ളിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസ് എടുത്തു. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് നമ്മുടെ സ്റ്റീഫൻ ദേവസി കയറി വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആളുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ടൈമായിരുന്നു. എല്ലാവരുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇറ്റ് വാസ് ഹാപ്പി ഓണം, ഹാപ്പി മാമാങ്കം. ബൈ.